കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരുടെ വ്യവസായം പുഷ്ടിപ്പെടുത്തുന്നതിനു വേണ്ടിയും പ്രവാസ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക്, വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒട്ടനവധി വിവിധ സ്കീമുകളിലൂടെ വിവിധ ലോണുകൾ നൽകി വരികയാണ്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും രോഗികളായ മെമ്പർമാരുടെ സ്നേഹസംഗമവും നടത്തി. പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. സമാനതകളില്ലാത്ത നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായ പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിന്റെ 60ാം വാർഷികത്തോടനുബന്ധിച്ച് സാധാരണക്കാരായവർക്കും ബാങ്കിലെ മെമ്പർമാർക്കുമായി 1 വർഷം നീണ്ടുനിൽക്കുന്ന പദ്ധതികളാണ് നടപ്പിലാക്കി വരുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഗാന്ധി ജയന്തി ദിനത്തോടനുബന്ധിച്ച് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പെൻഷൻ വാങ്ങുന്ന മുതിർന്ന അംഗങ്ങളെ ആദരിക്കലും രോഗികളായ മെമ്പർമാരുടെ സ്നേഹസംഗമവും നടത്തിയത്. പെരിന്തൽമണ്ണ ഇവന്റീവ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല വെല്ലുവിളികൾ നേരിടുന്ന സാഹചര്യത്തിലും പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് നടപ്പിലാക്കി വരുന്ന പദ്ധതികൾ മാതൃകാപരമാണെന്ന് MP ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ദൗത്യമാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ബാങ്കിങ് മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വലിയ ഷെഡ്യൂൾ ബാങ്ക് ആവട്ടെ, മറ്റു തരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റം ആവട്ടെ, അതിനൊക്കെ വ്യത്യസ്തമായി നമ്മുടെ സ്വന്തം എന്ന് വിളിക്കാവുന്ന ഒരു ബാങ്കിങ് ശൃംഖലയാണ് സഹകരണ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ബാങ്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നേത്രപരിശോധന ക്യാമ്പ്, കിഡ്നി രോഗനിർണയ ക്യാമ്പ്, 70 വയസ്സ് കഴിഞ്ഞ മെമ്പർമാർക്കുള്ള പെൻഷൻ പദ്ധതി, കിഡ്നി രോഗികൾക്കുള്ള പെൻഷൻ, ക്യാൻസർ, കിഡ്നി, ഹൃദയ സംബന്ധമായ രോഗികൾക്കുള്ള ചികിത്സാ ധനസഹായം എന്നിങ്ങനെ കേരളത്തിലെ മറ്റൊരു സഹകരണ ബാങ്കുകളിലും നടപ്പിലാക്കാത്ത പദ്ധതികളാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്കിൽ നടപ്പിലാക്കി വരുന്നത്. ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് അധ്യക്ഷത വഹിച്ചു. കേരളക്കരയിലെ 10 ബാങ്കുകൾ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സഹകരണ സ്ഥാപനമാണ് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക്. മലപ്പുറം ജില്ലയിൽ 1-ാം നമ്പർ. 400 കോടി അതിന്റെ ഡിപ്പോസിറ്റും, നിങ്ങളെ പോലുള്ള ആളുകൾ ഡിപ്പോസിറ്റ് ചെയ്ത 400 കോടി രൂപയും, ആ 400 കോടിയും ഈ പെരിന്തൽമണ്ണയിലെ പരിസരത്തുള്ള ആളുകൾക്ക് അവരുടെ വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവർക്ക് കാർഷിക മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനും അവരുടെ വ്യവസായം പുഷ്ടിപ്പെടുത്തുന്നതിനു വേണ്ടിയും പ്രവാസ ലോകത്തേക്ക് കാലെടുത്ത് വെക്കുന്ന ആളുകൾക്ക്, വിവാഹം ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ തന്നെ ഒട്ടനവധി വിവിധ സ്കീമുകളിലൂടെ വിവിധ ലോണുകൾ നൽകി വരികയാണ്. ചടങ്ങിൽ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു. KPCC ജനറൽ സെക്രട്ടറി PS സലീം ചടങ്ങിൽ മുഖ്യാതിഥിയായി. ഫ്ലവേഴ്സ് ചാനൽ ടോപ്പ് സിംഗർ സീസൺ 4 സെക്കൻഡ് റണ്ണറപ്പായ അബിൻ കൃഷ്ണയെയും ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർ C അബ്ദുൽ നാസർ, സെക്രട്ടറി ഇൻചാർജ് നാസർ കാരാടൻ റിപ്പോർട്ട് അവതരണം നടത്തി. ബാങ്ക് വൈസ് പ്രസിഡന്റ് AR ചന്ദ്രൻ, ഡയറക്ടർ C അബ്ദുൽ നാസർ, KPCC സെക്രട്ടറി V ബാബുരാജ്, അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് സുനിൽ ബാബു, മുനിസിപ്പൽ കൗൺസിലർമാരായ കൃഷ്ണപ്രിയ, ജാഫർ പത്തർ, അൽസലാമ കണ്ണാശുപത്രി പ്രതിനിധികളായ മുഹമ്മദ് അലി, അബ്ദുൽ കരീം, ബഷീർ നാലകത്ത്, അരഞ്ഞിക്കൽ ആനന്ദൻ, CV സദാശിവൻ, ബാങ്ക് ഡയറക്ടറായ മമ്മി ചേരിയിൽ, ഹനീഫ പടിപ്പുര, സമീർ വടക്കേതിൽ, മൊയ്തു കിഴക്കേതിൽ, അജിത് കുമാർ, ER സുരാദേവി, റജീന അൻസാർ, T സുൽഫത്ത് ബീഗം തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു. അൽസലാമ കണ്ണാശുപത്രിയുടെ സൗജന്യ കണ്ണ് പരിശോധനാ ക്യാമ്പും സംഗമത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരുന്നു. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.